പോസിറ്റീവ് ഇമോഷൻ ഒക്കെ എന്താണ് നമ്മുടെ ലൈഫിൽ അത് സ്വാധീനം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഉണ്ടാവുന്ന പോസിറ്റീവ് ഇമോഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് പലതും ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതിൽ പിന്നെ പ്രൈമറി ഇമോഷൻസ് ഉണ്ട്, സെക്കൻഡറി ഇമോഷൻസ് ഉണ്ടെന്നും പറഞ്ഞു. പ്രൈമറി ഇമോഷൻസിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാ അനുഭവിക്കുന്ന ജോയ്, ഹാപ്പിനെസ് പോലത്തെ സാധാരണ പിന്നെ അനുഭവിക്കുന്ന ഇമോഷൻസ്, അതാണ് പ്രൈമറി ഇമോഷൻസ്. ഇനി അതിന്റെ സെക്കൻഡറി ഇമോഷൻസ് ആണ് അഗ്രഷൻ പോലത്തെ കുറച്ച് ഇമോഷൻസുകൾ ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഇമോഷൻസിനെ എങ്ങനെയാണ് നമുക്ക് പിന്നെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ്. കാരണം നമുക്ക് നെഗറ്റീവ് ഇമോഷൻസും ഉണ്ട്, പോസിറ്റീവ് ഇമോഷൻസും ഉണ്ട്. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്, ഒരാൾക്ക് ഇമോഷൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം നെഗറ്റീവ് ആയിരിക്കും. അതായത് അവനിക്ക് ഒരു ഇമോഷൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആള് നെഗറ്റീവ് അപ്രോച്ചിലാണ് നമ്മൾ പിന്നെ മാർക്ക് ചെയ്യുന്നത് തന്നെ. പക്ഷെ ഈ ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു എനർജിയാണ്, ഫുൾ ഓഫ് എനർജിയാണ് ഇമോഷൻ എന്ന് പറയുന്നത്. ഒരാൾക്ക് ഇമോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ലൈഫിൽ വിജയിക്കാനാവുള്ളൂ, പോസിറ്റീവ് പിന്നെ കാര്യങ്ങൾ ചെയ്യാനാവുള്ളൂ. അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയും തിങ്കിങ്ങും എല്ലാം ഓപ്പൺ ആവണമെങ്കിൽ, ഒപ്റ്റിമിസവും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവണമെങ്കിൽ ഒരാൾക്ക് ഇമോഷൻ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇങ്ങനത്തെ ഇമോഷൻസുകളെ നമുക്ക് എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് പിന്നെ മാനേജ് ചെയ്യാൻ പറ്റുക? അതിന് 2-3 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽപ്പെട്ട ഒരു തിയറിയാണ് അഡാപ്റ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മുന്നിലത്തെ 2-3 പിന്നെ ഈ ചാപ്റ്ററിന്റെ 2-3 മുമ്പിലത്തെ ഭാഗത്തിൽ നമ്മൾ പഠിച്ചു. കോപ്പിംഗ് 2-3 തരത്തിലുള്ള കോപ്പിംഗ് ഉണ്ട്. ഒന്ന് ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ് ഉണ്ട്. ഇങ്ങനത്തെ 2 കോപ്പിംഗ് ഉണ്ട്. ഈ ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗിന്റെ അഡാപ്റ്റീവ്, അത് പൊട്ടൻഷ്യൽ അഡാപ്റ്റീവ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇമോഷൻസിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കാര്യം അഡാപ്റ്റീവ് ആവുക എന്നുള്ളതാണ്. ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗിന്റെ പൊട്ടൻഷ്യലിനെ അഡാപ്റ്റീവ് ആവുക എന്നുള്ളതാണ് അതിന്റെ ഒരു തിയറി എന്ന് പറയുന്നത്. ഇത് സ്റ്റാൻഡൺ എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഇമോഷൻസുകൾ അത് 2 തരത്തിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഒന്ന് BAS, ബിഹേവിയറൽ ആക്ടിവേഷൻ സിസ്റ്റം എന്ന് പറയും. അതായത് ഇമോഷൻസ് ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവട്ടെ, ആ നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയും അതിനെ എങ്ങനെ പോസിറ്റീവ് ഇമോഷനിലേക്ക് മാറ്റിയെടുക്കാം എന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് BAS എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹം തന്നെ പറയുന്ന വേറൊരു അവസ്ഥയാണ് BIS. ഒന്ന് BAS ആണ്, BIS ആണ് രണ്ടാമത്തേത്. അതായത് ബിഹേവിയറൽ ഇൻഹിബിറ്റേഷൻ സിസ്റ്റം. അതായത് അവോയ്ഡൻസ് ഓഫ് ഇമോഷൻസിനെ നമ്മൾ ഒഴിവാക്കുകയും, നമുക്ക് സ്ട്രെസ്സുകളും ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഇമോഷൻസ് എന്താണ് അതിനെ കണ്ടെത്തുകയും അതിനെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ആ 2 തിയറികളാണ് ഈ ഒരു തിയറിയിലൂടെ അദ്ദേഹം സ്റ്റാറ്റസ് ചെയ്യുന്നത്. ഇനി വേറൊരു തിയറിയാണ് അപ്രോച്ച് ഓറിയന്റഡ് ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ഓറിയന്റഡ് ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിന് 2 തരം കോമ്പണന്റ് ഉള്ളത്. ഒന്ന് ഇമോഷണൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താക്കുക, നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുക. ഇമോഷൻസിനെ മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുകയും അതിനെ മനസ്സിലാക്കുകയും അതിലൂടെ നമ്മൾ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും വേർതിരിച്ചെടുക്കുകയും നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് മാറ്റുകയും പോസിറ്റീവിനെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇമോഷണൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒന്ന്. ഇനി ഇമോഷണൽ എക്സ്പ്രഷൻ ആണ് രണ്ടാമത്തെ അതിന്റെ കോമ്പണന്റ്. അതായത് നമ്മുടെ ഒരാൾക്ക് ഇമോഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ വേറൊരാളോട് എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുക. അങ്ങനെ ഇമോഷൻസിനെ ഡിസ്പ്ലേ ചെയ്യുകയും അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുകയും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്, അതാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനത്തെ 2 തരം അപ്രോച്ച് ആണ് നമുക്ക് ഇമോഷൻസിനെ മാനേജ് ചെയ്യാനുള്ള അപ്രോച്ച് ആയിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെ ഒരു തിയറി എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ IQ എല്ലാവർക്കും ഉണ്ടല്ലോ. ആ IQ ഉള്ള ആൾക്കാരൊക്കെ എന്താക്കുക, ഇമോഷണൽ ഇന്റലിജൻസ്, അതായത് നമ്മുടെ ഇമോഷനെ അത് ഇന്റലിജൻസുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ തോട്ടുമായിട്ടോ എന്താക്കുക, ബന്ധിപ്പിക്കുകയും അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ഔട്ട്കം, ഒരു നല്ലൊരു അഡാപ്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻഹാൻസിങ് ഓഫ് വൺസ് ഇമോഷണൽ ഇന്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മൂന്നാമത്തെ ഒരു കാര്യം,
അതായത് നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാനുള്ള മൂന്നാമത്തെ ഒരു തിയറി പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെ ഇമോഷൻസുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കാതെ നമ്മളെ ഒന്നിക്ക് നമ്മളെ തിങ്കിങ് അതിൽ പിന്നെ കമ്പൈൻ ചെയ്യുക ഇമോഷൻസിനെ, അല്ലെങ്കിൽ നമ്മൾ ഇന്റലിജൻസുമായിട്ട് കമ്പൈൻ ചെയ്യുക. ഇങ്ങനെ ഇമോഷൻസിനെ കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ലൊരു എന്തായിട്ടുള്ള അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാവാൻ സാധിക്കുള്ളൂ എന്നാണ്. ഈ ഇമോഷൻ ഇന്റലിജൻസ് എന്നുള്ള പദം ആദ്യമായിട്ട് പറഞ്ഞത് ഡാനിയൽ ഗോൾമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഇമോഷണൽ ഇന്റലിജൻസ് വൈ ഇറ്റ് ക്യാൻ മാറ്റർ മോർ ദാൻ IQ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ 1995 പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം എന്താക്കിയിട്ടുള്ളത്, ഇത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കുക, നമ്മൾക്ക് ഇമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അത് നമ്മുടെ ലൈഫിൽ വളരെയധികം നമ്മളെ തോട്ട്സിനെയും ആക്ഷൻസിനെയും ഒക്കെ എന്താക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ തോട്ടിനെയും ആക്ഷനും മാത്രമല്ല, നമ്മളെ ഹെൽത്തിനെയും വെൽബീയിങ്ങിനെയും വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ ഇമോഷൻസിനെ നമ്മൾ നല്ല രൂപത്തിൽ പിന്നെ അതിനെ മാനേജ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, നമ്മുടെ വെൽബീയിങ്ങും ഹെൽത്തും ഒക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിൽപ്പെട്ട അതാണ് പിന്നെ അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളിൽ ഒന്നാണ് എന്ത്, അഡാപ്റ്റീവ് ഇമോഷണൽ ഫോക്കസ്ഡ് കോപ്പിംഗ് എന്ന് പറയുന്നത്. 2 ഓറിയന്റഡ് പിന്നെ ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് എന്ന് പറയുന്നതും. മൂന്നാമത്തത് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസുമായിട്ട് നമ്മുടെ ഇമോഷൻസിനെ ബന്ധിപ്പിക്കുകയും അതോടെ നമ്മളെ പിന്നെ ഇമോഷൻസിനെ തുറന്നു വിടുകയും അതിന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് നമ്മളെ വെൽബീയിങ്ങും നമ്മളെ ഹെൽത്തും നമുക്ക് വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നാണ് സ്റ്റാൻസൺ എന്ന് പറയുന്നത്, എന്നാള് കണ്ടെത്തിയിട്ടുള്ളത്. അത് അതേപോലെ തന്നെ പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, സ്റ്റാൻസനും സോൾവെറി ആൻഡ് ജോൺ മേയർ എന്ന് പറയുന്ന 3 പേര് കൂടി ഉണ്ടാക്കിയ 4 ബ്രാഞ്ച് എബിലിറ്റി മോഡൽ ഓഫ് ഇമോഷൻ ഇന്റലിജൻസ് എന്ന് പറയുന്നുണ്ട്. അതെന്താ, ഒന്ന് കംപ്രൈസിങ് ഓഫ് പെർസീവിങ് ഇമോഷൻസ്. നമ്മള് പിന്നെ നമ്മുടെ ഇമോഷൻസിനെ സ്വീകരിക്കുന്ന ആ ഒരു കമ്പയർ ചെയ്യുക. രണ്ടാമത്തെ അതിന്റെ പിന്നെ ബ്രാഞ്ച് എന്ന് പറയുക യൂസിങ് ഇമോഷൻസ്. നമ്മളെ ഇമോഷൻസിനെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് അതിനെ എങ്ങനെ പോസിറ്റീവാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതും. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ്, നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതും. പിന്നെ മാനേജിങ് ഇമോഷൻസ്. ഈ 3 ബ്രാഞ്ചിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ മാത്രമാണ് അയാളുടെ ഇമോഷൻസിനെ ആൾക്ക് എന്താ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സേഫ്ലി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുകയും വളരെ വ്യക്തമായിട്ട് മാനേജ് ചെയ്യുകയും എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുകയും ആ ഒരു വെൽബീയിങ്ങിനെയും ഹെൽത്തിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്ന് ഈ ഒരു 3 പേര് കണ്ടെത്തിയിട്ടുണ്ട്. പീറ്റർ സാൽവറി, ജോൺ മേയറും കണ്ടെത്തിയ ഒരു കാര്യമാണ് ഇത്. 3 പേരല്ല, 2 പേര്, പീറ്റർ സാൽവറി, മേയർ എന്നുള്ളത് 1990 അവരെ നടത്തിയ ഒരു റിസർച്ചിലൂടെ കണ്ടെത്തിയ ഒരു കാര്യമാണിത്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ ഒരു കാര്യം നമുക്കിപ്പോ എല്ലാവർക്കും ഇപ്പൊ ഒരു പ്രതീക്ഷ, ഒരു അസ്വസ്ഥതയുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും പ്രതീക്ഷയിലാണ് നമ്മുടെ, അല്ലെങ്കിൽ ഒരു ആകാംക്ഷയിലാണ് നമ്മളെ പിന്നെ എക്സാം എപ്പോഴാണ് ഉണ്ടാവുക, അതെപ്പോഴാണ് സംഭവിക്കുക, എങ്ങനെയാണ് സംഭവിക്കുക, എന്താണ് അതിനെക്കുറിച്ച് സംഭവിക്കുക എന്നുള്ളത്. അതിങ്ങനെ നമ്മൾ ഒരു ഫ്രണ്ട്സിനോട് നമ്മൾ പിന്നെ പറയുമ്പോൾ, നമ്മൾ ഒരു ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അവസ്ഥ എന്തായിരിക്കും, അതിനെ പിന്നെ പെർസീവ് ചെയ്യുന്ന ആ ഒരു ഫ്രണ്ട് പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഇമോഷനെ പെർസീവ് ചെയ്യുക എന്നുള്ളതും. അതേപോലെ തന്നെ പിന്നെ നമ്മളെ ആ ഒരു ഇമോഷൻസ് ആ ഒരു നമ്മുടെ ഫ്രണ്ട്സ് ഒബ്സർവ് ചെയ്യുകയും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നു, നമ്മുടെ ഹെൽത്തി ആയിട്ടും നമ്മുടെ മൈൻഡുമായിട്ട് എന്താകുന്നു, അതൊരു വെൽബീയിങ്ങിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ പോസിറ്റീവ് ഇമോഷനിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു തിയറിയിലൂടെ ആ 2 പേര് നമുക്ക് സമർത്ഥിച്ചു തരുന്നത്. അതായത് 4 കാര്യങ്ങളിലൂടെ നമ്മുടെ ഇമോഷൻസിനെ കടത്തിവിടുക. ഒന്ന് കംപ്രൈസിങ് ഓഫ് പെർസീവിങ് ഇമോഷൻസ്, യൂസിങ് ഇമോഷൻസ്, അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ് ആൻഡ് മാനേജിങ് ഇമോഷൻസ്. അതിനുള്ള ഉദാഹരണമാണ് ആ ഒരു പിന്നെ എക്സാമിന്റെ കാര്യത്തിലൂടെ പറഞ്ഞു വെച്ചത്. അതേപോലെ തന്നെ ഗോൾമാൻ അദ്ദേഹം പറഞ്ഞത് ഇമോഷൻ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം,
അദ്ദേഹമാണല്ലോ ഇത് ആദ്യമായിട്ട് പറഞ്ഞത്. EI എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നത് 1998 ഗോൾഡ്മാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇമോഷൻ ഇന്റലിജൻസി എന്നുള്ളതിന് അദ്ദേഹം കൊടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈസ് ദ കപ്പാസിറ്റി ഫോർ റെക്കഗ്നൈസിങ് ഓർ ഓൺ ഫീലിംഗ്സ് ആൻഡ് ദോസ് ഓഫ് അതേഴ്സ്. നമ്മുടെ സ്വയം അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും അവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയാണ് ഇമോഷൻ ഇന്റലിജൻസി എന്ന് പറയുന്നത്. ഫോർ മോട്ടിവേറ്റിംഗ് അവർ സെൽഫ്സ് ആൻഡ് ഫോർ മാനേജിങ് ഇമോഷൻ വെൽ ഇൻ അവർ സെൽഫ് ആൻഡ് ഇൻ അവർ റിലേഷൻഷിപ്പ്. നമ്മുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സെൽഫിലും നമ്മുടെ ലൈഫിലും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഫീലിങ്സിനെയും മറ്റുള്ള കാര്യങ്ങളെയും റെക്കഗ്നൈസ് ചെയ്യുകയും അതിനെ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിക്കാണ് ഇമോഷൻ ഇന്റലിജൻസ് എന്ന് ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് ആര്? ഗോൾഡ്മാൻ എന്ന് പറയുന്നത്. ഗോൾഡ്മാൻ 1998 അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഗോൾഡ്മാൻ മോഡൽസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം, ഒരു തിയറി ഉണ്ട്. ആ ഒരു തിയറിയിൽ പ്രധാനമായിട്ടും 5 കോമ്പണൻസ് ആണ് ഉള്ളത്. 1 സെൽഫ് അവയർനെസ്, 2 സെൽഫ് റെഗുലേഷൻ, 3 മോട്ടിവേഷൻ, 4 എമ്പതി, സോഷ്യൽ സ്കില്ല്. അതായത് ഗോൾഡ്മാൻ ഉണ്ടാക്കിയ ഒരു ഇമോഷൻ ഇന്റലിജൻസ്, നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു തിയറി. ആ ഒരു തിയറിയുടെ പ്രധാനപ്പെട്ട 5 കോമ്പണൻസ് ആണ്. 1 സെൽഫ് അവയർനെസ്, നമ്മൾ സ്വബോധം ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ സെൽഫ് റെഗുലേഷൻ, നിയന്ത്രണം ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ മോട്ടിവേഷൻ ആണ്. പിന്നെ എമ്പതി, സോഷ്യൽ സ്കില്ല്. ഈ ഒരു 5 കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് എന്താക്കാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിന്റെ ഇമോഷനെ മനസ്സിലാക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനും അതിലൂടെ പോസിറ്റീവ് ഇമോഷനിലേക്ക് എത്താൻ സാധിക്കൂ എന്നുള്ളത് അദ്ദേഹം പ്രസ്താവിച്ചു. പിന്നെ റുവൻ ബാരോൺ എന്ന് പറയുന്ന ഒരാള് 2002 അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത ഒരു കാര്യമുണ്ട്. അഡാപ്റ്റീവ് ഫങ്ഷൻ ഓഫ് ഇന്റലിജൻസ്, ഇമോഷൻ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ട് an array of non-cognitive abilities, competence and skills that influence one's ability to succeed in coping with environmental demand and pressure. നമ്മുടെ നാച്ചുറൽ പരമായിട്ടുള്ള പല ഡിമാൻഡ്സുകളും പ്രഷറുകളും കൂടി ഉണ്ടാക്കുന്ന അവസ്ഥകളെ നിയന്ത്രിക്കാനും അതിലൂടെ സക്സസ് ആവുവാനും വേണ്ടിയിട്ടുള്ള നമ്മുടെ കൊഗ്നിറ്റീവ് എബിലിറ്റിയുടെ ഒരു നീണ്ട നിരകളുടെ ഒരു സ്കിൽസിനെ, നീണ്ട നിരകളാണ് ഇന്റലിജൻസ്, ഇമോഷൻ ഇന്റലിജൻസ് എന്ന് അദ്ദേഹം ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. 2 ഡെഫിനേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഗോൾഡ്മാന്റെ ഡെഫിനേഷനാണ്, മറ്റേത് റുവാൻ ബാരോൺ എന്ന് പറയുന്ന ഒരാളുടെ ഡെഫിനേഷനാണ്. ഗോൾഡ്മാൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫീലിങ്സ് അത് മനസ്സിലാക്കുകയും അതിലൂടെ നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യുകയും അതിലൂടെ നമ്മുടെ റിലേഷൻഷിപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ റെക്കഗ്നൈസ് ചെയ്യാനും ഉള്ള ഒരു കപ്പാസിറ്റിയാണ് ഇമോഷൻ ഇന്റലിജൻസ് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. എന്നാൽ റുവാൻ ബാരോൺ എന്ന് പറയുന്നത് നമ്മുടെ പാരിസ്ഥിതികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിലുണ്ടാവുന്ന പ്രഷറുകളും അതിലുണ്ടാവുന്ന പ്രയാസങ്ങളൊക്കെ നമുക്ക് നേരിടാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന നമ്മുടെ സ്കിൽസുകളും മറ്റുമൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോഗ്നിറ്റീവ് എബിലിറ്റീസുകളുടെ ഒരു നീണ്ട നിരയാണ് ഇമോഷൻ ഇന്റലിജൻസ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമോഷൻ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരാള് നമ്മുടെ ഇമോഷനെ ഇന്റലിജൻസുമായിട്ട് ബന്ധിപ്പിക്കുകയും അങ്ങനെ ഇമോഷൻ ഇന്റലിജൻസ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരാൾക്ക് അതുമുഖം ഹെൽപ്പ് ആവുന്ന, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ബെനിഫിറ്റ് ഉണ്ടാവുന്നത് അയാളുടെ ഹാപ്പിനെസ്സിനെ അല്ലെങ്കിൽ വെൽബീയിങ്ങിനെ എന്ത് ചെയ്യാനാണ്, ഇമ്പാക്ട് ചെയ്യുകയും അതിലൂടെ നമുക്ക് മുന്നോട്ട് പോവാൻ, നമ്മുടെ ഹെൽത്തിനെ മുന്നോട്ട് നല്ല രൂപത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി വേറൊരു തിയറിയാണ് സോഷ്യോ ഇമോഷണൽ സെലക്റ്റീവ് തിയറി എന്ന് പറയുന്നത്. എന്താണ് സോഷ്യോ ഇമോഷണൽ സെലക്റ്റീവ് തിയറി എന്നത്? നമ്മളെ എപ്പെങ്കിലും ഹാപ്പി അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷമോ സങ്കടമോ നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഫീല്? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടാവുമ്പോൾ നമ്മുടെ ഫീൽ എന്തായിരിക്കും? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ എന്തായിരിക്കും നമ്മളെ ഫീല്? നമ്മൾ ആരെങ്കിലും ഇത് ഇങ്ങനെ ഈ ഇമോഷൻ, പോസിറ്റീവ് സെലക്ഷൻ ഇമോഷന് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷനെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും മനക്കൂട്ടിയിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമുക്ക് പോസിറ്റീവ് മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് ഇല്ല. അങ്ങനെ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്, അങ്ങനത്തെ ഒരു തിയറിയാണ്
ലോറ കാസ്മാൻ എന്ന് പറയുന്ന ഒരു ആള് ഉണ്ടാക്കിയ ഒരു ലേഡി ഉണ്ടാക്കിയ ഒരു തിയറിയാണ് തിയറി ഓഫ് സോഷ്യോ ഇമോഷണൽ സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്കുണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ട്, നമ്മുടെ ഇമോഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളെ നാട്ടിലത്തെ വയസ്സുള്ളവരെ ഒന്ന് ആലോചിച്ചാൽ മതി. അവര് പലപ്പോഴും ചില ആൾക്കാരൊക്കെ, അതായത് ബാക്ക്വേർഡ്നെസ് അല്ല, അത്യാവശ്യം മിഡ് ആയിട്ടുള്ള ടീമൊക്കെ എന്ത് ചെയ്യും, അവരുടെ വയസ്സ് കാലത്ത്, അല്ലെങ്കിൽ യൂറോപ്യൻസിനെ നമുക്ക് പരിശോധിക്കാം. അവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവര് ബാലൻസ് വരുന്ന ലൈഫിൽ, ഉദാഹരണത്തിന് ഒരു 50 വയസ്സിന് ശേഷമുള്ള ലൈഫ് അവര് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല രൂപത്തിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അവര് എന്താക്കുന്നുണ്ട്, മത്സരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പോ അവരൊക്കെ എന്താണ് ചിന്തിക്കുന്നത്, അവര് ആ ഒരു ആഫ്റ്റർ 50ക്ക് ശേഷമുള്ള ആ ഒരു ഷോർട്ട് ലൈഫ് സ്പാന്, അതിനെ എങ്ങനെ നല്ല രൂപത്തിൽ കൊണ്ടുപോകാം, ആ ഒരു ഏജിൽ എങ്ങനെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം, എങ്ങനെ ലൈഫ് എൻജോയ് ചെയ്യാം, എങ്ങനെ ലൈഫിന്റെ മീനിങ് കണ്ടെത്താം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെന്താക്കും, നല്ല പോസിറ്റീവ് ഇമോഷൻസുകൾ തെരഞ്ഞെടുക്കുകയും നെഗറ്റീവിനെ ഒഴിവാക്കും, പരമാവധി പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അവരെന്താക്കും, ശ്രമിക്കുന്നത് കാണാം. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്, പോസിറ്റീവ് ഇമോഷൻസിന്. ഇത് ലോറ കാസ്മാൻ പറയുന്നത് തന്നെ, ഈ ഒരു അവസ്ഥ പോസിറ്റീവ് ഇമോഷൻ സെലക്ഷൻ വരുന്നത് തന്നെ ഓൾഡർ ഏജിലാണ്. ഇപ്പോ യങ്ങർ ഏജിൽ എന്ന് പറയുന്നത് നമ്മൾ എന്തും സ്വീകരിക്കാം, ചിലപ്പോൾ അടിപിടി കൂടാം, അല്ലെങ്കിൽ എന്തും ചെയ്യാം, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കാം, എന്തും ആവുന്ന ഒരു അവസ്ഥയായിരിക്കും. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പോസിറ്റീവ് ഇമോഷൻ മാത്രമേ പറ്റുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ ബാക്കിലേ പോകുന്നില്ല. നമുക്ക് എന്താണ് വരുന്നത്, അതായത് മുന്നും പിന്നുമില്ല, മേലെ ആകാശം താഴെ ഭൂമി എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഓൾഡർ ഏജിൽ നമുക്ക് എത്തിപ്പെട്ടാൽ നമുക്ക് അവരൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ, അവര് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിതം എങ്ങനെ മുന്നോട്ട് നല്ല രൂപത്തിൽ കൊണ്ടുപോവാം, എങ്ങനെ നല്ല എൻജോയ് ഫുൾ ആക്കാം, എങ്ങനെ നല്ല ഹാപ്പിനെസ് ആക്കാം എന്നുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നതും ആയ ഒരു അവസ്ഥ ഉണ്ട്. ആ ഒരു അവസ്ഥക്കാണ് സോഷ്യൽ ഇമോഷണൽ സെലക്റ്റീവ് തിയറിയിലൂടെ ലോറ കാസ്മാൻ പറയുന്നത്. അത് യങ്ങർ ഏജിനേക്കാളും ഓൾഡർ ഏജിലാണ് അവരെന്താക്കുന്നത്, ഈ ഒരു സെലക്റ്റീവ്നെസ് കാണപ്പെടുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സെലക്റ്റീവ്നെസ് ഇതിലൂടെയും നമുക്ക് എന്താക്കാം, നമ്മുടെ ഇമോഷനെ മാനേജ് ചെയ്യാം, എഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപമാണ്. ഇനി വേറൊരു രൂപം എന്ന് പറയുന്നത്, ഇതൊക്കെ പറയുന്നത്, അതായത് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇമോഷനെ എങ്ങനെയാണ് നമുക്ക് സേഫ്ലി എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിന്റെ ഓരോ തിയറി, ഓരോ രൂപങ്ങളാട്ടോ പറയുന്നത്. അതേപോലെ തന്നെയാണ് സ്റ്റോറി ടെല്ലിംഗ്, ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ, നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ, നമ്മളെ പ്രയാസങ്ങൾ നമ്മളെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടവരോടോ പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു എന്താ പറയാ, ഒരു ആ ഒരു ഘട്ടത്തിൽ നിന്നും നമുക്ക് ഒഴിവായി കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റൂലേ. ഈ ഒരു അവസ്ഥക്കാണ് എന്താ പറയുന്നത്, ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. ഇത് പലതരം റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നടന്ന ഒരു റിസർച്ച് എന്ന് പറയുന്നത്, എയ്ഡ്സ് വന്ന ധാരാളം രോഗികളോട് കൂടെ സഹവസിച്ച ഒരാള് അവരുടെ കഥകൾ കേൾക്കുകയും അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയും, ഇങ്ങനെ ഇമോഷണൽ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വളരെയധികം ഹാപ്പിനെസ്സും വളരെയധികം അവരുടെ ഹെൽത്ത് ഒന്നുകൂടെ വെൽബീയിങ് ആകുന്ന ഒരു രൂപത്തിലേക്ക്, അവരുടെ ഹെൽത്ത് ഒക്കെ ഒന്നുകൂടെ മെച്ചപ്പെടുന്ന ഒരു രൂപത്തിലേക്ക് മാറുന്ന ഒരവസ്ഥ കാണുകയുണ്ടായി. ഇങ്ങനെ റിസർച്ചുകൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്റ്റോറി ടെല്ലിങ്ങും ഇമോഷണലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയിരുന്നത് ജേമി പെന്നെ ബേക്കർ എന്ന് പറയുന്ന ഒരാളാണ്. 1989 അദ്ദേഹമാണ് ഇങ്ങനത്തെ ഒരു റിസർച്ച് നടത്തുകയും ഈ ഇമോഷണൽ സ്റ്റോറി ടെല്ലിങ്ങിന് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ, അതിന് എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ അദ്ദേഹം മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ഒരു റിസർച്ച് നടത്തുകയും ചെയ്തത് അദ്ദേഹമാണ് ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പദം തന്നെ കൊണ്ടുവന്നതും അദ്ദേഹം തന്നെയാണ്.
അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ കൾച്ചറുകൾ അതും എന്താകുന്നുണ്ട്, നമ്മുടെ ഇമോഷനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ ചില വീട്ടിലെ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഇമോഷനെ പിന്നെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ നാട്ടിലെ സാധാ ഇന്ത്യയിലെ പോലത്തെ സ്ഥലങ്ങളിൽ നമ്മൾ അത് പ്രകടിപ്പിക്കുന്ന ഒരു രൂപമുണ്ട്. എന്നാൽ യൂറോപ്പിലൊക്കെ വളരെ തികച്ചും വ്യത്യസ്തമാണ്, അവർ പ്രകടിപ്പിക്കുന്ന ഒരു രൂപമുണ്ട്. അപ്പോൾ കൾച്ചറും എന്താകുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇമോഷനെ പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ് ചെയ്യുന്നതിൽ നിന്ന്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ മാർഗങ്ങളുണ്ട്? 3 തരം മാർഗങ്ങളാണ് ഇമോഷനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് പിന്നെ കൾട്ടിവേറ്റീവ് പോസിറ്റീവ് ഇമോഷൻ, 2 കൊളാബറേറ്റീവ് ഫോർ അക്കാദമിക് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ലേണിംഗ് എന്ന് പറയും. അതായത് CA കാസൽ എന്ന് പറയും. അത് കുട്ടികൾക്കുള്ളതാണ്. അത് സ്കൂളിൽ ഒരു സെർച്ച് ചെയ്ത ഒരു പിന്നെ ഉണ്ടാക്കിയ ഒരു എവിഡൻസ് ബേസ്ഡ് പ്രോഗ്രാമാണ് കാസൽ എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് പിന്നെ റൂളർ ടെക്നിക് എന്ന് പറയും. ഈ 3 രൂപത്തിലൂടെയാണ് നമുക്ക് നമ്മുടെ ഇമോഷണൽ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ. ഒന്നാമത്തത് കൾട്ടിവേറ്റീവ് പോസിറ്റീവ് ഇമോഷൻ എന്ന് പറയും. അതായത് നമ്മുടെ പിന്നെ എക്സ്പീരിയൻസ് പിന്നെ പോസിറ്റീവ് ഇമോഷനെ നമ്മൾ എന്താക്കുക, അത് എക്സ്പീരിയൻസ് ചെയ്യുകയും നമ്മൾ ഡെവലപ്പിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കൾട്ടിവേറ്റീവ് പോസിറ്റീവ് ഇമോഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പിന്നെ ഇമോഷൻ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് എന്താണ്, ഡെറ്റോക്സ് ഫെയർ എന്ന് പറയാം. അതായത് നമ്മള് വളരെ അത്യാവശ്യമായ നമ്മുടെ ലൈഫിൽ അത്യാവശ്യമായ ഒരു ഊർജ്ജമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ. അത് നമ്മളെ സ്ട്രെസ്ഫുൾ ഫീലിങ്ങിനൊക്കെ പിന്നെ ഓവർകം ചെയ്യാനും അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവ് എനർജീസിനൊക്കെ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇമോഷൻ വേണമെന്ന് പറഞ്ഞു അല്ലെ. നമ്മളെ ഉള്ളിലുള്ള ഇമോഷനും അല്ലെങ്കിൽ നമ്മളെ പുറത്തുള്ളവരെയുള്ള ഇമോഷനൊക്കെ ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമുക്ക് എന്താവുള്ളൂ, ഈ ഇങ്ങനത്തെ ഒരു പോസിറ്റീവ് ഇമോഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു മനുഷ്യൻ നെഗറ്റീവ് ഇമോഷൻ പിന്നെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് ലൈഫ് വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ള പോസിറ്റീവ് ഇമോഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആരും വിചാരിക്കേണ്ടത് ഒരാൾക്ക് നെഗറ്റീവ് ഇമോഷൻ ഉണ്ട് എങ്കിൽ അത് വളരെ മോശമാണെന്ന് ആരും മനസ്സിലാക്കണ്ട. കാരണം ആ ഒരു നെഗറ്റീവ് ഇമോഷനിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റും, പോസിറ്റീവ് ഇമോഷനിലേക്ക് എത്തപ്പെടാൻ പറ്റും. എന്ന് വിചാരിച്ച് പോസിറ്റീവ് ഇമോഷൻ മാത്രം ഉണ്ടായാൽ മാത്രമേ ഒരാൾക്ക് വെൽബീയിങ് അല്ലെങ്കിൽ ഹെൽത്ത് ഉണ്ടാവൂ എന്നുള്ളതുണ്ടോ? അല്ല. ഒരാൾക്ക് പോസിറ്റീവ് ഇമോഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് വെൽബീയിങ് ഹെൽത്ത് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ അത് തെറ്റ്. കാരണം ഈ പോസിറ്റീവ് ഇമോഷൻ എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ അതെന്താവില്ല, വർക്കൗട്ട് ആവില്ല. ഉദാഹരണത്തിന് നമ്മളെ വീട്ടില് പിന്നെ എന്തെങ്കിലും ഒരു മരണം സംഭവിച്ചു, നമുക്ക് എത്ര പോസിറ്റീവ് പിന്നെ ഇമോഷൻസ് ഉണ്ടെങ്കിലും അവിടെ വർക്കൗട്ട് ആവുമോ? ഇല്ല, ഒരിക്കലും ആവില്ല. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആക്സിഡന്റ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് ആക്സിഡന്റ് സംഭവിച്ചു, നമുക്ക് എത്ര പോസിറ്റീവ് ഇമോഷൻ ഉണ്ടെങ്കിലും അത് വർക്കൗട്ട് ആവണമെന്നില്ല. അങ്ങനത്തെ അവസ്ഥ ഉണ്ട്. ചില അവസ്ഥകളിൽ ഈ പോസിറ്റീവ് ഇമോഷൻ എന്താവില്ല, വർക്കൗട്ട് ആവില്ല. അതുകൊണ്ട് പോസിറ്റീവ് ഇമോഷനുള്ള ഒരാൾക്ക് മാത്രമേ ഹെൽത്തി ആയിട്ട് ജീവിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വെൽബീങ് ഉണ്ടാവുന്ന നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ അത് തെറ്റാണ്. കാരണം നെഗറ്റീവ് ഇമോഷനിൽ ഉണ്ടായ ഒരാൾക്കാണ് കൂടുതൽ അദ്ദേഹത്തിന് സ്ട്രെസ്ഫുൾ ജീവിതം എങ്ങനെ വകഞ്ഞു മാറ്റാം, എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ നെഗറ്റീവിലൂടെ പോസിറ്റീവിലേക്ക് എത്താം എന്ന് പിന്നെ സാധിക്കുകയുള്ളൂ. അപ്പോ ഈ പോസിറ്റീവ് ഇമോഷന്റെ അതിനെ പിന്നെ കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇമോഷൻ സ്കില്ല് പിന്നെ ഒരു മാർഗം. രണ്ടാമത്തത് കുട്ടികളിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കാസൽ എന്ന് പറയും. അതായത് കൊളാബറേറ്റീവ് ഫോർ അക്കാദമിക് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഇത് പിന്നെ കുട്ടികളിൽ നടത്തിയ ഒരു ചെറിയൊരു പ്രോഗ്രാം ആയിരുന്നു. ഈ ഒരു പ്രോഗ്രാമിലൂടെ അവർ കണ്ടെത്തിയിരിക്കുന്നത് പിന്നെ സെൽഫ് മാനേജ്മെന്റ്, സെൽഫ് അവയർനെസ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഡിസിഷൻ മേക്കിംഗ്, റിലേഷൻഷിപ്പ് സ്കില്ല്, സോഷ്യൽ അവയർനെസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുട്ടികളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു തരം അപ്രോച്ചാണ് കാസൽ എന്ന് പറയുന്ന ഒരു അപ്രോച്ച്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ആരായിരുന്നു? അത് ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം, എന്തായാലും അത് മറന്നു. ഓക്കെ, അപ്പൊ അത് കുട്ടികൾ ഉണ്ടാക്കിയ ഒരു മാർഗമാണ് കാസൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പിന്നെ മൂന്നാമത്തെ ഒരു മാർഗമാണ് റൂളർ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് പിന്നെ റൂളർ RULER 5 പദങ്ങളാണ്: റെക്കഗ്നൈസിങ്, അണ്ടർസ്റ്റാൻഡിങ്, ലേബലിംഗ്, എക്സ്പ്രസിങ് ആൻഡ് റെഗുലേറ്റിംഗ് ഇമോഷൻസ്.
മാർക്ക് ബ്രാക്കറ്റി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കിയ ഡെവലപ്പ് ചെയ്ത ഒരു പിന്നെ അപ്രോച്ചാണ്, എവിഡൻസ് ബേസ്ഡ് അപ്രോച്ചാണ് റൂളർ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതിന് 5 പിന്നെ ഇമോഷൻ കീ സ്കില്ലുകളാണുള്ളത്. ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുക, നമ്മളെ ഇമോഷനെ എന്താക്കുക, റെക്കഗ്നൈസിങ് ഇമോഷൻ ഇൻ സെൽഫ് ആൻഡ് അതേഴ്സ്, നമ്മളിലുള്ള ഇമോഷൻസിനെയും അല്ലെങ്കിൽ മറ്റുള്ളവരിലുള്ള ഇമോഷൻസിനൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അതിനെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുകയും. രണ്ടാമത്തെ പിന്നെ അതിന്റെ കീ സ്കില്ല് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ കോസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് ഇമോഷൻസ്. നമ്മളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരിൽ ഉണ്ടാവുന്ന ഇമോഷൻസിൽ എന്തൊക്കെ കോൺസിക്വൻസ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതിനെ മനസ്സിലാക്കുക. മൂന്നാമത്തെ ലേബലിംഗ് ഇമോഷൻസ് അക്യുറേറ്റ്ലി, എന്താണ് അത് കറക്റ്റ് ഇമോഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളത്. പിന്നെ എക്സ്പ്രസിങ് ഇമോഷൻ അപ്രോപ്രിയേറ്റ്ലി, അത് നമുക്കുണ്ടാവുന്ന ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് എന്താക്കാം, നമ്മുടെ പോസിറ്റീവ് ഇമോഷനെ വർദ്ധിപ്പിക്കാം. അതേപോലെ തന്നെ ലാസ്റ്റ് റെഗുലേറ്റിംഗ് ഇമോഷൻ എഫക്റ്റീവ്ലി, നമ്മളെ ഇമോഷൻസിനെ നമ്മൾ എന്താക്കുക, അത് എഫക്റ്റീവ് ആവുന്ന രൂപത്തിൽ റെഗുലേറ്റ് ചെയ്യുക. ഇങ്ങനെ 5 കോമ്പണൻസിലൂടെ 5 മാർഗങ്ങളിലൂടെ നമുക്ക് അദ്ദേഹം മാർക്ക് ബ്രാക്കറ്റ് എന്ന് പറയുന്ന അദ്ദേഹം കണ്ടെത്തിയ ഒരു ടെക്നിക്കാണ് റൂളർ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഈ മാർക്ക് ബ്രാക്കറ്റ് തന്നെ വേറൊരു പിന്നെ വീലും കണ്ടെത്തിയിട്ടുണ്ട്. മൂഡ് ഓഫ് എന്തായിരുന്നു, മൂഡ് മീറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പിന്നെ ഒരു 4 or 5 കളർ യൂസ് ചെയ്തിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു മീറ്റർ ആണ് അത്. നമ്മുടെ പിന്നെ അൺപ്ലസന്റ്, ഹൈ എനർജിയും അൺപ്ലസന്റ് ആയിട്ടുള്ള അവസ്ഥയും, അല്ലെങ്കിൽ ഹൈ എനർജിയും പ്ലസന്റ് ആയിട്ടുള്ള പിന്നെ അവസ്ഥയും, അല്ലെങ്കിൽ പിന്നെ ലോ എനർജിയും കോപ്പിംഗ് ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ ലോ എനർജിയും പ്ലസന്റ് ആയിട്ടുള്ള അവസ്ഥകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കളർ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് മൂഡ് മീറ്റർ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് മനസ്സിലാക്കുക, നമ്മള് പിന്നെ മൂഡ് മീറ്റർ വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഒന്ന്, പോസ് ഫോർ എ വൈൽ ബിഫോർ യു ആർ ഗോയിങ് ടു സേ ഓർ ഡു എനിത്തിങ് ഇമ്പോർട്ടന്റ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പോ എന്തെങ്കിലും പറയുന്നതിന് മുമ്പോ നമ്മൾ ഒന്ന് ഒന്ന് പോസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്വയം ചോദിക്കുക, വാട്ട് എക്സാക്ട്ലി ഐ ആം ഫീലിംഗ്, ഞാൻ എന്താണ് ഇപ്പൊ ശരിക്കും അനുഭവിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും പിന്നെ സാഡോ എന്തെങ്കിലും ഹാപ്പിയോ അല്ലെങ്കിൽ എന്തോ ആവട്ടെ, എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് നിൽക്കുക, ഒരു നിമിഷം സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളോട് തന്നെ ഒരു 4-5 ക്വസ്റ്റ്യൻ ചോദിക്കുക. വാട്ട് എക്സാക്ട്ലി ഐ ആം ഫീലിംഗ്, ഈസ് ഇറ്റ് പ്ലസന്റ് ഓർ അൺപ്ലസന്റ്, ഹൗ എനർജറ്റിക് ഡു ഐ ഫീൽ അറ്റ് ദ മൊമെന്റ്, വാട്ട് ഈസ് ദ ബെസ്റ്റ് വേർഡ് ടു ഡിസ്ക്രൈബ് മൈ ഫീലിംഗ് അറ്റ് ദ മൊമെന്റ്. ഇങ്ങനത്തെ 4-5 ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മളെ ഫീലിങ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുകയും അതിലൂടെ നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മൾ ഒഴിവാക്കുകയും പ്ലസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ എനർജറ്റിക് ആയിട്ടുള്ള ഹൈ എനർജറ്റിക്കിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു തരം മൂഡ് മീറ്ററും കൂടി അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്, ഈ പോസിറ്റീവ് ഇമോഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അത്യന്താപേക്ഷിതമാണോ, അത് മാത്രം മതിയോ, അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് ഓൾറെഡി പിന്നെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ. അതായത് ഒരാൾക്ക് പോസിറ്റീവ് ഇമോഷൻ ഉള്ളത് കൊണ്ട് മാത്രം എന്താക്കാനാവില്ല, അദ്ദേഹത്തിന്റെ ഹെൽത്തോ അല്ലെങ്കിൽ വെൽബീയിങ്ങോ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. കാരണം പിന്നെ ചില അവസ്ഥകളിൽ പോസിറ്റീവ് ഇമോഷൻസ് എന്താവില്ല, വർക്കൗട്ട് ആവില്ല. ആ ഒരു അവസ്ഥയിലൊക്കെ എന്തും കൂടി പിന്നെ ഒരു നെഗറ്റീവ് പിന്നെ ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്തുള്ള ഒരാൾക്കും കൂടി മാത്രമേ പിന്നെ ലൈഫ് എന്താക്കാൻ പാടുള്ളൂ, എന്ത് ചെയ്യാനാവുള്ളൂ, വെൽബീയിങ്ങിലും ഹെൽത്തിലും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതോടെ നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചിട്ടോ. ഓക്കെ, താങ്ക് യു. സത്യക്ക് നമ്മൾ ഇഗ്നോ പഠിക്കുന്നത് ഇമോഷനായിട്ട് വല്ല ബന്ധമുണ്ടടാ? ഇഗ്നോ പഠിക്കുന്നത് വളരെയധികം ഇമോഷൻ ആയിട്ട്. കാരണം എന്താ അറിയോ, നമുക്ക് ഇങ്ങനെ സ്ട്രെസ് ഫീൽ ചെയ്യല്ലേ, നമ്മുടെ പിന്നെ പിന്നെ എക്സാം നടക്കുവോ അല്ലെങ്കിൽ നമ്മളെ മാർക്ക് കിട്ടുമോ അല്ലെങ്കിൽ നമ്മളെ അസൈൻമെന്റ് അവിടെ കിട്ടുമോ, ഇതൊക്കെ നമ്മൾ നോക്കുന്നില്ലേ. അതിലും വല്ല ഇതെന്താ വേണ്ടത്? ഏകദേശം എല്ലാം നീ ഇമോഷനായിട്ട് ബന്ധിപ്പിച്ചോണ്ട് ചോദിച്ചതാ. എല്ലാം അതെ പോസിറ്റീവ് ഇമോഷൻ ഉണ്ടോ ഒരാൾക്ക് മുന്നോട്ട് എങ്ങനെയും പോകാൻ പറ്റും. അത് മാത്രം പോരാന്നല്ലേ കുറച്ചു നേരത്തെ പറഞ്ഞങ്ങള്. അതുണ്ട്. നെഗറ്റീവ് ഇമോഷൻ ഉള്ളവർക്ക്, അതായത് നമ്മള് കയ്പ് മനസ്സിലാക്കണമെങ്കിൽ മധുരം മനസ്സിലാക്കണ്ടേ. കയ്പും മധുരം അല്ലേ കണക്ക്.
അടിപൊളി സെഷൻ കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഓക്കെ. ഇനി വരുന്നൊക്കെ ഇതുപോലത്തെ സാധനങ്ങളാ സാറേ. വെരി ഗുഡ്. ബി പോസിറ്റീവ്. അതാണ് ബി പോസിറ്റീവ്. എല്ലാരും പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് തീർക്കാട്ടോ. അല്ല, നമ്മളെ ഇന്നലത്തെ ക്ലാസ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു സാറേ, ഇന്നലത്തെ ക്ലാസ് എല്ലാരും ഉണ്ടല്ലോ അല്ലേ? 5 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഹെഡിങ് പറഞ്ഞോണ്ട് ബുള്ളറ്റ് പോയിന്റ് പറയാൻ പറ്റുമോ? ഇന്നലെ അടുത്ത ഭാഗം റെക്കോർഡ് ആയിട്ടില്ല. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് മറ്റേ ട്രൈ ചെയ്യാം. അതായത് പിന്നെ പറയാം, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഡീറ്റെയിലേക്ക് പോകണ്ട. ഇതാണ് ഹെഡിങ്, ഇതിൽ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു ഡീറ്റെയിൽ വിശദീകരിക്കുകയേ വേണ്ട. ആ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഡിയോ കേട്ടാൽ തന്നെ ഒന്ന് കവർ ചെയ്തു എന്ന് പറയില്ല. അതിന് വേണ്ടിട്ട് ഒരു 5 മിനിറ്റ് ഓക്കെ. നമ്മുടെ ഇമോഷൻസ്, നമുക്ക് പലതരം ഇമോഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലേ? അതായത് പ്രൈമറി ഇമോഷൻസ് ഉണ്ട്, സെക്കൻഡറി ഇമോഷൻസ് ഉണ്ട്. അതൊന്നും നമ്മൾ പറഞ്ഞു. പ്രൈമറി ഇമോഷൻസ് നമ്മൾ സാധാ അനുഭവിക്കുന്ന ജോയ് അല്ലെങ്കിൽ സാഡ് അല്ലെങ്കിൽ ഇത് ആംഗ്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്നാൽ പിന്നെ നമ്മൾക്ക് പിന്നെ സെക്കൻഡറി ആയിട്ടുള്ള കുറെ ഇമോഷൻസ് ഉണ്ട്, അതും കൂടി നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഈ ഇമോഷൻസ് എന്നൊക്കെ പറയുന്ന സംഭവം എന്താണ്? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു വർക്ക് ഇപ്പം ഞാനൊക്കെ ഇപ്പൊ വർക്ക് ചെയ്തിട്ട് റൂമിലെത്തിയിട്ടേ ഉള്ളൂ. റൂമിലെത്തിയതിനു ശേഷം ഞാൻ സാധാരണ എന്താ ചെയ്യാറുള്ളത്? റൂമിലെത്തി കട്ടിലിന്റെ മേലെ കയറി നിന്നിട്ട് മൊബൈൽ എടുത്തിട്ട് ടിക്ടോക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നാരായണത്തെ ഭ്രാന്തനെ പോലെ മേലിന് താഴേക്കും താഴ്ന്ന മേലേക്കും ഒന്ന് നോക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ പിന്നെ രാത്രി ചിലപ്പോൾ റഫീഖ് എന്റെ അടുത്ത് വന്നിട്ട് പറയും, ചിലപ്പോൾ നട്ടപ്പാതിരൊക്കെ വന്നിട്ടാ പറയാ, വാ നമുക്ക് അൽക്കൂർ വരെ പോവാം. അതായത് 100 കിലോമീറ്റർ അപ്പുറം പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരാന്ന് പറയും. അപ്പൊ അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന എന്താ? നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സുകൾ ഉണ്ടാവുമ്പോൾ നമുക്ക് മാറ്റാൻ പറ്റിയ ഒരു സംഭവമാണ് എന്ത്? ഇമോഷൻസ് എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ അങ്ങനെ ഒരു നൈറ്റ് ഡ്രൈവ് അല്ലെങ്കിൽ നമ്മൾ എക്സാം, ഇപ്പൊ നമ്മള് പിന്നെ എം എയുടെ എക്സാം കഴിഞ്ഞിട്ട്, നമ്മുടെ സൈക്കോളജിയുടെ എക്സാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ദിവസം നമ്മൾ പുസ്തകമൊക്കെ ഇങ്ങനെ മേലോട്ട് വലിച്ചെറിഞ്ഞിട്ട് കുട്ടികൾ ഇറങ്ങി വരുന്ന ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ ഇറങ്ങി വരുന്ന ഒരു പോസ്റ്റ് കാണാം. നമ്മളെപ്പോഴും SLC എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നാൽ ചിത്രം കാണാല്ലേ നമ്മുടെ പത്രത്തില്. അപ്പോ ഈ ഇമോഷൻസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമുക്ക് ആ ഒരു സ്ട്രെസ്സിന്റെ സമയത്ത് ഒരു നിമിഷത്തേക്ക് ആ സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം മാത്രമാണോ, അല്ലെങ്കിൽ ലൈഫ് ത്രൂ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനമാണോ ഇമോഷൻസ് എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഇമോഷൻസ് നമ്മുടെ പിന്നെ നമുക്ക് ഫീലിംഗ് ഗുഡ്, നമ്മുടെ പിന്നെ ഒരു നല്ലൊരു അവസ്ഥ ഉണ്ടാക്കി തരുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് പിന്നെ നെഗറ്റീവ് ഫീലിങ്ങിനും സ്ട്രെസ്സിനെയും ഒക്കെ ഒഴിവാക്കി തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഇമോഷൻസ്, ഈ പോസിറ്റീവ് ഇമോഷൻസ് എത്രത്തോളം നമ്മുടെ ലൈഫിൽ നമ്മളെ സ്ട്രെസ് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എത്രത്തോളം ഇമോഷൻസ്, പോസിറ്റീവ് ഇമോഷൻസ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അത് തനിയെ വരുമോ, അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള റിസർച്ചുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ റിസർച്ച് ഒക്കെ നടക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ സാധാ ഈ ഇമോഷൻസ് എന്ന് പറയുന്നത് അതെന്താകുന്നുണ്ട്, നമ്മുടെ പിന്നെ ഹെൽത്തിനെയും നമ്മുടെ വെൽബീയിങ്ങിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ എന്താവുന്നുണ്ട്, ഇത് സഹായിക്കുന്നുണ്ട് നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് കുറെ ആൾക്കാർ ഈ സാധാ മനുഷ്യന്റെ ഡിസീസിന്റെ അപ്പുറത്തേക്ക് ഈ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് ഇമോഷൻസ് ഒക്കെ എന്താകുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അതിനപ്പുറത്തേക്ക് റിസർച്ച് ചെയ്യാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ പോയിട്ടുള്ളത്. ഇനി നമുക്ക് പോസിറ്റീവ് ഇമോഷൻ എങ്ങനെ, ഒരു ഇമോഷൻ എന്ന് പറയുന്ന സാധനം തന്നെ എന്താണ്? ഫ്രെഡറിക്സൺ പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക് ഫീലിംഗ് ആൻഡ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് എ ഒബ്ജക്റ്റ്. എന്തെങ്കിലും ഒരു കാര്യത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്പെസിഫിക് ഫീലിംഗ് ആണ് ഇമോഷൻ എന്ന് പറയുന്നത്. ഇമോഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യമായിട്ട്, ഇപ്പൊ നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു പിന്നെ സാലറി കൂട്ടിക്കെട്ടി, അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഒരു സ്പെസിഫിക്, അത് മറ്റേ കാലാകാലം നിലനിൽക്കണമെന്നില്ല. നമുക്ക് സാലറി കൂട്ടിക്കെട്ടി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു അവസ്ഥ അല്ലെ? അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എന്തെങ്കിലും പിന്നെ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സാഡ് എന്ന് പറയുന്നത്. അതൊരു പിന്നെ ഇമോഷനാണ്. അപ്പൊ ഒരു സ്പെസിഫിക് ഫീലിംഗ്, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്പെസിഫിക് ഫീലിംഗിനെയാണ് ഇമോഷൻ എന്ന് പറയുന്നത്. ഈ ഇമോഷൻ എന്ന് പറയുന്നത് തന്നെ പിന്നെ സൈക്കോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫീലിങ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പിന്നെ സ്പെസിഫിക് ഗോളിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ ആവാം. ഇതൊക്കെ എന്തിൽ പെടും? ഇമോഷനിൽ പെടും എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? പ്ലൂത്തിക് എന്ന് പറയുന്ന ഒരു പിന്നെ സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ഡെഫിനേഷൻ, ഇമോഷന്റെ ഡെഫിനേഷൻ ഫ്രെഡറിക് ഉണ്ട് കേട്ടോ. അതിന് അടുത്തത് പ്ലൂത്തിക് തന്നെ അദ്ദേഹം പ്ലൂത്തിക്കാണ് എന്ത് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇമോഷൻസ്, പ്രൈമറി ഇമോഷൻസ് ഉണ്ട്, പിന്നെ ഇത്
പ്രൈമറി ഇമോഷൻ, സെക്കൻഡറി ഇമോഷൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അതായത് ഫിയർ, ആങ്കർ, പിന്നെ ലവ്, ഹാപ്പി, ഇങ്ങനെ ഇതൊക്കെ പറയുന്നത് എന്താണ്? പ്രൈമറി ഇമോഷൻസ് ആണ്. എന്നാൽ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പിന്നെ വീലുണ്ട്. ആ വീലിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമാണ് എന്ത്? സെക്കൻഡറി ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യം. അതിൽ പെട്ടതാണ് അഗ്രഷന്, ഡിസപ്രൂവല്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്താണ് മൂഡും ഇമോഷനും തമ്മിലുള്ള ബന്ധം? നമ്മൾ പറയും ഇമോഷൻസ് പറയുന്നത് മൂഡല്ലേ, അല്ലെങ്കിൽ പിന്നെ മൂഡ് എന്ന് പറയുന്ന ഇമോഷൻ അല്ലേ? നമ്മൾ പറയില്ലേ എനിക്കിപ്പോ ഒരു മൂഡില്ല, അതാണോ ഇമോഷൻ എന്ന് പറയുന്നത്? അല്ല. മൂഡ് എന്ന് പറയും, ഇമോഷൻ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി, ഒരു നിമിഷ നേരത്തേക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ മൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പിന്നെ ഒരു നിമിഷ നേരത്തിലേക്കോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോട് ബന്ധിപ്പിച്ചുണ്ടാവുന്ന ഒരു കാര്യമല്ല മൂഡ് എന്ന് പറയുന്നത്. ഇമോഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു പിന്നെ സാലറി കിട്ടിയപ്പോൾ ഉണ്ടാവുന്ന സന്തോഷം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പിന്നെ സങ്കടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുന്ന, അത് ചിലപ്പോൾ 1-2 നിമിഷങ്ങൾ കൊണ്ട് മാഞ്ഞു പോകുന്ന കാര്യങ്ങളാവാം. എന്നാൽ മൂഡി എന്ന് പറയുന്നത് ഫ്രീ ഫ്ലോട്ടിംഗ് ആണ്. അത് ലാസ്റ്റ് ലോങ്ങർ ടൈം, ധാരാളം സമയം നിലനിൽക്കുന്ന ഒരു അവസ്ഥക്കാണ് മൂഡി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇമോഷൻസ്, നമുക്ക് ദുഃഖവും സങ്കടവും ഒരുമിച്ച് പിന്നെ എന്താക്കാനാവില്ല, ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനാവില്ല. എന്നാലോ മൂഡിലാണെങ്കിലോ എല്ലാം ഒരുമിച്ചുണ്ടാവാം. പക്ഷെ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള മൊമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്ലസന്റ് ആയിട്ടുള്ള മൊമെന്റ് ആയിരിക്കും ആ ഒരു മൂഡി എന്ന് പറയുന്നത്. ഒരാൾക്ക് ഇപ്പോ സന്തോഷമുണ്ട്, അല്ലെങ്കിൽ പിന്നെ സ്നേഹമുണ്ട്, എല്ലാം ഒരുമിച്ച് പിന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഒരു പ്ലസന്റ് ആയിട്ടുള്ള മൂഡിലായിരിക്കും. അല്ലെങ്കിൽ ഒരു ദുഃഖം, അല്ലെങ്കിൽ ഒരു സങ്കടം, അല്ലെങ്കിൽ അങ്ങനത്തെ പിന്നെ സങ്കടകരമായിട്ടുള്ള കുറെ ഫീലിങ്സ്, ഇമോഷൻസുകൾ ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് പിന്നെ മൂഡ് എന്ന് ആ ഒരു അവസ്ഥക്കാണ് പിന്നെ മൂഡ് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഇമോഷൻ എന്ന് പറയുന്നത് നൈമിഷികവും, മൂഡ് എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇതിൽ പറയുന്ന വേറൊരു കാര്യമാണ് അഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. എന്താണ് അഫെക്ഷൻ? എഫക്റ്റ് അല്ല, അഫെക്ഷൻ എന്ന് പറയാം. അതായത് നമ്മുടെ ശരീരത്തിൽ ധാരാളം ന്യൂട്രോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്തുണ്ടാവുന്ന ഒരു പിന്നെ നമ്മൾ ഉൾവിളി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ് അഫെക്ഷൻ എന്ന് പറയുന്നത്. ഈ അഫെക്ഷനും നമ്മുടെ പിന്നെ ഇതും തമ്മിൽ ഇമോഷനും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ, അല്ലെങ്കിൽ ഒന്നാണോ എന്ന് ചോദിച്ചാൽ അത് രണ്ടും തികച്ചും ഡിഫറൻസ് ആണ്. അഫെക്ഷൻ എന്ന് പറയുന്നത് അത് ഇമ്മീഡിയറ്റ് ആയിട്ടോ, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ റെസ്പോൺസ് ഓഫ് ഇൻഡിവിജ്വൽ ടു എ സ്റ്റിമുൾസ് ആൻഡ് ഇറ്റ്സ് ടൈപ്പിക്കലി ബേസ്ഡ് ഓൺ എ അണ്ടർലൈങ് സെൻസ് ഓഫ് അറൗസൽ എന്ന് സിൻഡർ ലോപ്പസ് എന്ന് പറയുന്ന 2-3 പേര് പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ചില ന്യൂട്രോണുകളുടെ ഒരു സ്റ്റിമുലസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ചില സൈക്കോളജിക്കൽ റെസ്പോൺസോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇമ്മീഡിയറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾക്കാണ് എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൽപ്പെട്ട തന്നെ വേറൊരു കാര്യമാണ് വാലൻസ് ഓഫ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. അതും നമ്മൾ മനസ്സിലാക്കുക. അപ്രൈസിങ് ദ സ്റ്റിമുലസ് ഇവന്റ് ആസ് എ പ്ലഷറബിൾ ഓർ പെയിൻഫുൾ. പിന്നെ പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് 2 തരം എഫക്റ്റുകൾ ഉണ്ട്. പോസിറ്റീവ്, അതായത് പിന്നെ ഇമോഷൻസ് പിന്നെ പോസിറ്റീവ് ഉള്ള 2 തരം ഉള്ളത്, പോസിറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് ഇമോഷൻസ് ഉള്ളത് പോലെ തന്നെ പോസിറ്റീവ് എഫക്റ്റും നെഗറ്റീവ് എഫക്റ്റും ഉണ്ടാക്കുക. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കുകയും രണ്ടിനെയും പോസിറ്റീവിലേക്ക്, അതായത് പോസിറ്റീവിനെ നിലനിർത്തുകയും നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുകയും ഒരു അവസ്ഥ ഉണ്ടാകുക. എന്നാൽ മാത്രമേ എന്താവുള്ളൂ, നമ്മുടെ ഹാപ്പിനെസ്സും വെൽബീയിങ് ഒക്കെ നമുക്ക് നിലനിർത്താനാവുള്ളൂ. പക്ഷെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ധാരാളം വലിയ സംഭവങ്ങൾ ചെയ്യണമെന്ന് ആവശ്യമില്ല. അത് എന്തെങ്കിലും ഒരു ഹെൽപ്പിംഗ് അതേഴ്സിന്, അല്ലെങ്കിൽ പിന്നെ ഫ്ലെക്സിബിൾ ഇൻ തിങ്കിങ്, നമ്മളെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ചില അവസ്ഥാന്തരങ്ങൾ നമുക്ക് ഉണ്ടാവുന്നതാണ്. അതായത് പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഒന്ന് ഹെൽപ്പിംഗ് അതേഴ്സ്, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നും. അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ഇൻ തിങ്കിങ്, നമ്മുടെ ചിന്തകൾക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ബെറ്റർ ഡിസിഷൻ എടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസിന് മോർ സൊല്യൂഷൻ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയും നമുക്കൊക്കെ ഉണ്ടാവും. പിന്നെ തിയറി ഓഫ് പോസിറ്റീവ് ഇമോഷൻ ആണ് അടുത്തൊരു ഇത്. അതിൽ പ്രധാനപ്പെട്ട ബാർബറ ഫ്രെഡറിക്സന്റെ ബ്രോഡൻ ആൻഡ് ബിൽഡ് തിയറി ഓഫ് പോസിറ്റീവ് ഇമോഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിന് പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണുള്ളത്. പോസിറ്റീവ് ഇമോഷൻ എലിസിറ്റ് മോർ കോഗ്നിറ്റീവ് റെസ്പോൺസ്, ബ്രോഡനിങ് എഫക്റ്റീവ് ഓഫ്, അതായത് പിന്നെ നമ്മുടെ പോസിറ്റീവ് ഇമോഷൻ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന 4 തരം കാര്യങ്ങൾ. നമുക്ക് എന്തുണ്ടാക്കാം? നെഗറ്റീവ് ഇമോഷനെ ഒഴിവാക്കാൻ പറ്റും. ബ്രോഡനിങ് എഫക്റ്റ് ഓഫ് പോസിറ്റീവ് ഇമോഷന്റെ ഒരു വിശാലമായ തലം തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലും നമ്മുടെ റിലേഷൻഷിപ്പിലും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പറയുന്നത് പോസിറ്റീവ് ഇമോഷൻ ഹെൽപ്പ് ബിൽഡ് റിസോഴ്സ്, നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ അല്ലെങ്കിൽ നമ്മളെ റിസോഴ്സ് ഒക്കെ വലുതാക്കാനും ബിൽഡ് ചെയ്യാനും പറ്റും.
പോസിറ്റീവ് ഇമോഷൻ ക്യാൻ അൺഡു ദ നെഗറ്റീവ് ഇമോഷൻസ്. നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനത്തെ പിന്നെ 4 കാര്യങ്ങളാണ് ബാർബറ ഫ്രെഡറിക്സൺ ബ്രോഡൻ ആൻഡ് ബിൽഡ് തിയറിയിലൂടെ അദ്ദേഹം പ്രസ്താവിക്കുന്നത്. അതായത് ഒരു മനുഷ്യന് 3 പോസിറ്റീവ് ഇമോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നെഗറ്റീവ് ഇമോഷനെ തകർക്കാനാവുള്ളൂ എന്ന് അദ്ദേഹം കണ്ടെത്തുകയും അത് 3 മുതൽ പിന്നെ ഒരു 2 നെഗറ്റീവ് ഇമോഷനെ തകർക്കാൻ വേണ്ടിയിട്ട് 9 പോസിറ്റീവ് ഇമോഷൻ വരെ പിന്നെ വേണമെന്ന് അദ്ദേഹത്തിന്റെ സഹചാരിയായ ലോസഡ കണ്ടെത്തുകയും പിന്നെ അത് എന്താക്കുകയും ചെയ്തു. അത് പിന്നെ മാത്തമാറ്റിക്കലി തെറ്റാണെന്ന് മനസ്സിലാക്കി പിന്നെ അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്, നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും എന്താക്കുക, പോസിറ്റീവ് ഇമോഷനെ നിലനിർത്താനും നെഗറ്റീവ് ഇമോഷനെ വകഞ്ഞു മാറ്റാനും ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ അതെന്താക്കുള്ളൂ, മുന്നോട്ട് വെൽബീയിങ്ങും ഇതൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അടുത്ത പറഞ്ഞ പോസിറ്റീവ് ഇമോഷൻ ആൻഡ് വെൽബീയിങ്. പോസിറ്റീവ് ഇമോഷനും വെൽബീയിങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന്? അത് 4 തരത്തിലുള്ള ബന്ധമാണ്. പിന്നെ ഒന്ന് ഫിസിക്കൽ റിസോഴ്സിലാണ്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ റിസോഴ്സിലാണ്, സോഷ്യൽ റിസോഴ്സിലാണ്. ഈ ഒരു പിന്നെ 3 കാര്യത്തിലൂടെ നമുക്ക് പോസിറ്റീവ് ഇമോഷനും വെൽബീയിങ്ങിനെയും ബന്ധിപ്പിക്കാൻ പറ്റുമെന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അതും മനസ്സിലാക്കുക. പിന്നെ ഇന്ന് പറഞ്ഞ തന്നെ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് ഇന്നലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. നിർത്തല്ലേ? താങ്ക് യു. മതി. അല്ലെങ്കിൽ അധികം നെഗറ്റീവ് ഇമോഷൻസ് ആയി പോകും. പിന്നെ ഏതായാലും ഉഷാറായി. നല്ല പ്രസന്റേഷൻ, നല്ല കണ്ടന്റ്ഫുൾ പ്രസന്റേഷൻ ആയിരുന്നു. ഓക്കെ. അപ്പൊ കഴിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു. Thank you. Sir, thank you.